ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡ്. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടൊരു മസാല കപ്പലണ്ടി തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ടൊരു പാത്രത്തിലോട്ടിട്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി നല്ലതുപോലെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 15ഓളം വെളുത്തുള്ളി ഒന്ന് നന്നാക്കിയിട്ട് പീസാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കടലമാവും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയൊരളവിലാണ് മസാല കപ്പലണ്ടി തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ടാണ് 3 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടൊരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായം ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത്രയായിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് കൈ ഉപയോഗിച്ചിട്ട് ആദ്യം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒരു കുഴമ്പ് രൂപത്തിലായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില നമുക്ക് ഇടികല്ലിൽ ഇട്ടിട്ടൊന്ന് ചതച്ചിട്ട് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ടായിട്ട് 1 കപ്പ് കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. ഈ പെരിഞ്ജീരകം നമ്മുടെ ഉള്ളംകൈയിൽ ഇട്ട് കൊടുത്തിട്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് തിരുമ്മിയിട്ട് ഇതിലോട്ടായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലോട്ടായിട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ പുട്ടിൻ്റെ അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈ അരിപ്പൊടിയും കപ്പലണ്ടിയും എല്ലാം നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ കപ്പലണ്ടി മിക്സ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാലയും കപ്പലണ്ടിയും എല്ലാം നല്ലൊരു ഡ്രൈ രൂപത്തിലായിട്ട് വേണം കേട്ടോ ഇരിക്കാൻ. ഇതേപോലെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മസാല കപ്പലണ്ടി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു ചൂടായ എണ്ണയിലോട്ടായിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി എല്ലാം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ചെറിയ ചൂടോടുകൂടിയാണ് കേട്ടോ ഈ കപ്പലണ്ടി ഒന്ന് ഇട്ട് കൊടുക്കുന്നത്. ഓവറായിട്ട് ചൂടാവരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്ന കപ്പലണ്ടി അപ്പോൾ തന്നെ കട്ടയായിട്ട് പോകും. ചെറിയൊരു ചൂടോടുകൂടി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് ഒരു കൈ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് മറു കൈ കൊണ്ട് ഇതേപോലെ ഒരു പപ്പടം കുത്തി ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന കപ്പലണ്ടി നമുക്കൊന്ന് വേറിട്ട് കിട്ടുകയുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഒരാൾ സഹായിക്കാനുണ്ടെങ്കിൽ നമ്മൾ കപ്പലണ്ടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും മറ്റേ ആൾ ഒരു പപ്പടം കുത്തി ഉപയോഗിച്ചിട്ട് ഇതേപോലെ പെട്ടെന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വേറിട്ട രീതിയിൽ നമുക്ക് കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്ന കപ്പലണ്ടി എല്ലാം നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ കപ്പലണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊട്ടണ സൗണ്ട് കേൾക്കും. നമ്മൾ പാനിലിട്ട് വറുത്തെടുക്കുമ്പോഴാണെങ്കിൽ കപ്പലണ്ടി ഒന്ന് പൊട്ടുമ്പോഴല്ലേ നമ്മളിതൊന്ന് കുക്കായി തുടങ്ങിയെന്ന് മനസ്സിലാവണം. അതേപോലെ നമ്മുടെ എണ്ണയിൽ കിടന്നിട്ടും ഈ കപ്പലണ്ടി ഒന്ന് പൊട്ടു കേട്ടോ. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മളുടെ കപ്പലണ്ടി ഇവിടെ കുക്കായി തുടങ്ങിയിട്ടുണ്ടെന്ന്. ഇനി നമുക്കിത് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തു കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ കപ്പലണ്ടിയൊക്കെ നല്ല വേറിട്ട രീതിയിൽ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി റോസ്റ്റ് ചെയ്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്നൊന്ന് കോരിയെടുക്കാം. എന്നിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള കപ്പലണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് വറുത്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മസാല കപ്പലണ്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ട്രൈ ആൻഡ് ടേസ്റ്റി എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ. അതിൻ്റെ കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.